ഡീ മണി 9 എനിക്ക് പോകാൻ വല്ലതും എടുത്തു വെച്ചോ? 24 മണിക്കൂർ ഒരു മൊബൈല് എടുത്തു വെച്ചിരിക്കുന്നു, വേണമെങ്കിൽ എടുത്തോണ്ടോ? രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അവനവന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോടി. നീ എന്താ പിന്നെ ഇവിടെ ഇരിക്കുന്നത്? ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ നിന്റെ ഈ വഴക്ക്. അടുത്ത മനുഷ്യൻ എന്തുവായത്? ഒരു സമാധാനമില്ല. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറയൂ. എനിക്ക് എപ്പോഴും വഴക്കിട, എനിക്ക് നേരമില്ല. നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും എന്റെ അച്ഛന്റെ കാര്യങ്ങളും നോക്കാൻ സമയമില്ലെങ്കിൽ നിനക്ക് ഇറങ്ങി പോകാം, അതാ നല്ലത്. ശരി, നിങ്ങൾക്ക് മടുത്തെങ്കിലേ എനിക്കും മടുത്ത്. എനിക്ക് തരാനുള്ളതെങ്കിൽ തന്നേരെ, ഞാൻ പോയേക്കാം. തരാനുള്ളത്? അതിന് നീ എന്തോ കൊണ്ടുവന്നത്? ഈ കാണുന്ന സ്വത്തും കടയല്ല അച്ഛന്റെ വകയാ. ഞാൻ പിന്നെ എന്തോ എടുത്തിട്ട് തരാനാ? അച്ഛൻ എവിടെ പോയി? ഞാൻ ഈ കടയിൽ വരെ പോയത്. ശരി. അതെ, ഒന്ന് നിന്നെ. പറഞ്ഞാട്ടെ. പണയാനൊന്നുമില്ല, ആ പോയ സാധനത്തിന് കൂടെ എടുത്തോണ്ടു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചൂട് ചായ, കാപ്പി, വെള്ളം ഒന്നും പറയണ്ട. മണ്ണ കട്ട. ഇപ്പൊ സമയം തോയി 9 മണി. സാധാരണ എത്ര മണിക്കാ കട തുറക്കുന്നത്? 8 മണിക്ക്. നിനക്ക് വയ്യാങ്കിലേ ചാവിക്കില്ല. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വന്നേ ചേട്ടാ. ഇതിലൊരു നിഴല് പോലെ ആരോ നടന്നു പോയെന്ന് എനിക്ക് തോന്നി ചേട്ടാ. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വരുവോ? പെട്ടെന്ന് വരണേ. ചേട്ടാ എന്തുവാടി ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നേ? ചേട്ടാ കുറെ കൂടെ ആരും ഇവിടെ നിഴല് പോലെ പോയി ചേട്ടാ. എനിക്ക് പേടിയാവുന്നു. എന്തോ ഒരു നിഴല് പോലെ അങ്ങോട്ട് ഓടിപ്പോന്ന കണ്ടു. ഇപ്പൊ നിനക്ക് മനസ്സിലായ പ്രായമുള്ള ഒരു വീട്ടിലുള്ളതിന്റെ ഗുണം? ഒരു കരിയിൽ അനങ്ങിയാൽ പോലും അവർക്കറിയാം അച്ഛനും അമ്മയ്ക്കും പകരം വേറെ ഒന്നും ആവത്തില്ല. മോളെ, ഇതേ ഈ വീടിൻ്റെ വസ്തുവിൻ്റെ പ്രമാണം. 10 വർഷം മുന്നേ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ എഴുതി വെച്ചതോ. അന്ന് അവനാ സമ്മതിക്കാൻ നിന്നോട് പറയാതിരിക്കും. പക്ഷേ ഇപ്പം ഏതൊരു സമയമായി. മോള് പിടി. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോഴേ അവരുടെ ആഗ്രഹവും ചെറുതായിരിക്കും. അതെല്ലാ മാതാപിതാക്കൾക്കും സാധിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ അവർ വലുതായി കഴിയുമ്പോഴേ അവരുടെ ആഗ്രഹങ്ങളും വലുതായിരിക്കും. അതെല്ലാ മാതാപിതാക്കൾക്കും